ഇനി കലോത്സവ വിശേഷങ്ങളിലേക്കാണ് കലകലക്കൻ പൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനം പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 250 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാമത്, 248 പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും, 246 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ മൂന്നാം സ്ഥാനത്തുമാണ്. 25 വേദികളിലായി 40ഓളം വിഭാഗങ്ങളിൽ നിന്ന് മത്സരങ്ങൾ നടക്കും. രാഹുൽ, സുരേഷ്, ചൈതന്യ എന്നിവർ ചേരുന്നുണ്ട്. തൃശൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി രാഹുൽ, ചൈതന്യ, ഗുഡ് മോർണിംഗ്. കലാപൂരത്തിന്റെ ആവേശത്തിലാണ് തൃശൂർ നഗരി ഒന്നാകെ. ഇന്നിപ്പോൾ ഏതൊക്കെ ജനപ്രിയ ഐറ്റങ്ങൾ വേദിയിലെത്തുന്നുണ്ട്? ഹരിപ്രിയ, ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിന്റെ മണ്ണിൽ കല കലക്കിക്കൊണ്ടിരിക്കുകയാണ്, കലാപൂരം പൊടി പൊടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ചൈതന്യ? തീർച്ചയായിട്ടും ഇന്നലെ ഇവിടെ തുടങ്ങിയ കൊളുത്തി വെച്ചിട്ടുള്ള വൈബ് എന്ന് പറയുന്നത് ഒന്നൊന്നര വൈബ് തന്നെയാണ്. ജെൻസീസും അതുപോലെ തന്നെ പൂക്കീസും ഒക്കെ കൂടി ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. വെയിൽ അതിനൊന്നും ഒരു പ്രശ്നമേ ആകുന്നില്ല, കത്തുന്ന വെയിലാണ് പകല്. നല്ല ചൂടൻ കലോത്സവം എന്ന് വേണമെങ്കിൽ പറയാം മൊത്തത്തില്. എന്നാൽ പോലും ആ ഒരു എന്താ പറയാ മത്സരത്തിന്റെ സ്പിരിറ്റിനെ ഒട്ടും തന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ ആവേശം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓളത്തിനൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ, ആ വൈബ് പിടിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഹരിപ്രിയ, നമ്മളോട് ആദ്യം ചോദിച്ചത് ഇന്നത്തെ ജനപ്രിയ ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? ഇന്നത്തെ ജനപ്രിയ ഐറ്റങ്ങൾ ഏതൊക്കെയാണ് ചൈതന്യ? ഇന്ന് മെയിൻ ആയിട്ട് നമ്മുടെ ഈ മെയിൻ വേദിയിൽ നടക്കാൻ പോകുന്നത് ഭരതനാട്യമാണ്, ബോയ്സിന്റെ ഭരതനാട്യമാണ്. അതുപോലെ തന്നെ ഇന്നാണ് നമുക്ക് മംഗലം കളി, അതുപോലെ തന്നെ പൂരം കളി. നമ്മൾ അങ്ങനെ കേട്ട് കേൾവിയില്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കണ്ട് കാഴ്ചയില്ലാത്ത ആ ഒരു ഐറ്റങ്ങളൊക്കെ തന്നെ ഇന്ന് വരുന്നുണ്ട്. മാത്രമല്ല കഥകളിയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, വട്ടപ്പാട്ടുണ്ട്, ദഫുമുട്ടുണ്ട്, അതിന് കൂടെ മിമിക്രി ഉണ്ട്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സാധനമാണ് പട്ടി, പൂച്ച അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി. പക്ഷേ അത് എത്ര കേട്ടാലും മതി വരാത്തതാണ്. അതെ, പക്ഷേ ഈ വട്ടം കുറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മുടെ പവലിയനിൽ വന്നവരാണെങ്കിൽ തന്നെ വേടനെയും അതുപോലെ തന്നെ നമ്മുടെ നെസ്ലിനെയും കൂടാതെ പുത്തുമല ദുരന്തം ഉൾപ്പെടെ അവർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി വളരെ മനോഹരമായിട്ട് വയനാട് നിന്ന് നമ്മളെ ഗാസയിൽ വരെ എത്തിച്ചു, അതൊരു മിമിക്രിയിലൂടെ എന്നുള്ളതാണ്. കൂടാതെ ആദ്യത്തെ ദിനം പൊടി പൂരമായിരുന്നു. പോയിന്റ് നില നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിനം പോയിന്റ് നില പുറത്തു വരുമ്പോൾ 250 പോയിന്റുമായി ആരാണ് മുന്നിൽ? നമ്മുടെ കണ്ണൂരാണ് മുന്നിൽ. കോഴിക്കോട് തൊട്ട് പിറകെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പോലെ വെറും 2 പോയിന്റ് മാത്രം, 248 പോയിന്റ് ആണ് അതിൽ ബാക്കിൽ നിൽക്കുന്നത്. തൃശ്ശൂരും ഉണ്ട്, തൃശ്ശൂര് തൊട്ടുപുറയിലുണ്ട്, 246 പോയിന്റ് ആണ്. എന്താണേലും വിട്ടുകൊടുക്കില്ല എന്നാണ് 3 ജില്ലകളും പറയുന്നത്. പക്ഷേ ആദ്യത്തെ ദിനത്തിലെ പോയിന്റ് ദിനം മാത്രമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ സ്കൂളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആലത്തൂർ BSS ഗുരുകുലം ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അവർക്ക് 58 പോയിന്റ് ആണ്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസവും പൊടി പൊടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ചക്കപ്പായസം കഴിച്ചോ? ഇല്ല, ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല, ഞാൻ ഇന്നും ഒരു വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അടിപൊളി ചക്കപ്പായസമായിരുന്നു. ഇപ്പോൾ കലവറയിലെ വിശേഷങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് വരും നിമിഷങ്ങളിൽ എത്തിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ നിന്ന് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ കറക്റ്റ് 9:30 25 വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. ഇന്ന് പ്രധാനപ്പെട്ട ചൈതന്യ സൂചിപ്പിച്ച പോലെ തന്നെ 40ഓളം ജനപ്രിയ ഐറ്റങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ കൂടിയാണ് ഞാനും ചൈതന്യവും ഉള്ളത്. എന്തായാലും കലകലക്കൻ പൂരം തൃശ്ശൂരിൽ 2ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ സ്ഥാനത്ത് കണ്ണൂരാണ്, 2ാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട്, 3ാമത് ആതിഥേയരായ തൃശ്ശൂരുമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. രാഹുൽ, സുരേഷും ചൈതന്യയുമാണ് വിവരങ്ങൾ നൽകിയത്.